ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രവാചകൻ പഠിപ്പിച്ചത് വിവാഹത്തിന് 4 മാനദണ്ഡങ്ങളാണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ മുസ്ലിം പുരോഹിതർ രംഗത്ത് വരട്ടെ. ഹദീസാണ് ഞാൻ പറയുന്നത്. പ്രവാചകൻ പറഞ്ഞു, 1, സൗന്ദര്യമുള്ള പെണ്ണിനെ നീ വിവാഹം കഴിക്കണം. 2, സമ്പത്തുള്ള പെണ്ണിനെ നീ വിവാഹം കഴിക്കണം. 3, തറവാടിത്തമുള്ള പെണ്ണിനെ നീ വിവാഹം കഴിക്കണം. 4, ദീനുള്ള പെണ്ണിനെ നീ വിവാഹം കഴിക്കണം. അപ്പൊ സമ്പത്ത്, സൗന്ദര്യം, തറവാടിത്തം, ദീന്, ഇത്രയും പറഞ്ഞിട്ട് ദീനുള്ള പെണ്ണിന് നീ മുൻതൂക്കം നൽകിക്കൊള്ളാനും പറഞ്ഞു. പ്രവാചകൻ ഇതെല്ലാം കാണിച്ചു തന്നോ ഇല്ലേ? ആദ്യം വിവാഹം കഴിച്ചത് ഖദീജയെ. ഖദീജയ്ക്ക് സൗന്ദര്യമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, തറവാടിത്വമുണ്ടായിരുന്നു, മുഹമ്മദ് പറഞ്ഞ മതവും ഉണ്ടായിരുന്നു. കാരണം മുഹമ്മദ് പോയിട്ട് ആകാശത്ത് നിന്ന് മലക്ക് വരുന്നുണ്ട് എനിക്ക് ദൈവിക വെളിപാടുമായിട്ട് എന്ന് പറഞ്ഞതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചു. ഒന്നും എതിർ ചോദ്യങ്ങളില്ലാത്ത വിധം തൊടാതെ വിഴുങ്ങി. ആയിഷയാകട്ടെ പലതിലും സംശയം പ്രകടിപ്പിച്ചു. സ്ത്രീ വിരുദ്ധതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരുന്നു. നബി ആഗ്രഹിക്കുന്ന എല്ലാ പെണ്ണിനെയും നബിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു കാണിച്ച ധൃതിയെ സംബന്ധിച്ച് ആയിഷ പടച്ചോനെ ചോദ്യം ചെയ്തു. അല്ലെങ്കിലും പടച്ചോന് നിങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത ധൃതിയാണല്ലോ. ശരീരം ദാനം വരെ വാങ്ങുന്ന നബി, നിങ്ങളെ പടച്ചോ കൊള്ളാലോ, ആള് മോശക്കാരനല്ലല്ലോ. ആദ്യമായി നബിയെ വിമർശിക്കുകയും പടച്ചോനെ ചോദ്യം ചെയ്യുകയും പ്രവാചകന്റെ സ്ത്രീ വിഷയത്തെ സംബന്ധിച്ച് ലോകം അവസാനം വരെ നിലനിൽക്കുന്ന മനുഷ്യന് പ്രചോദനമായി ചോദ്യത്തിന്റെ കൂരമ്പുകൾ അന്ന് തന്നെ എയ്തുവിട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീ ആയിഷ. ആദ്യത്തെ യുക്തിവാദി, ആദ്യത്തെ ഫെമിനിസ്റ്റ്, ആദ്യത്തെ ഇസ്ലാം മത വിമർശക, ആദ്യമായി ഇസ്ലാമിൽ നിന്നും പുറത്തു പോയ മുർത്തദ്, ആദ്യമായി ഇസ്ലാമിനെ ചോദ്യം ചെയ്ത വ്യക്തിത്വം. സ്ത്രീകൾ പേറിയന്ത്രമായി അടുക്കളയുടെ അകത്തളങ്ങളിൽ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒട്ടകപ്പുറത്ത് കയറി യുദ്ധം നയിച്ച നേതാവ്. സ്ത്രീകളെ നേതൃത്വമേൽപ്പിച്ച ഒരു സമൂഹവും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സമൂഹത്തെ മുഴുവനും കേന്ദ്രീകരിച്ച് യുദ്ധത്തിന് പട നയിച്ച വീരനായിക. ഇപ്പോ പെണ്ണിന്റെ വിഷയം പറഞ്ഞിട്ട് നമ്മൾ കണ്ടു, പെണ്ണിന് നിറം കുറഞ്ഞു പോയി, അവള് സ്വയം ജീവനെടുത്തു. ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചിലരങ്ങനെ ആയിരിക്കും, പക്വത കുറവുണ്ടാകും. ഇവന്റെയൊക്കെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ഒരു ആത്മവിശ്വാസം, അതിനൂട്ടി ഉറപ്പിക്കാൻ ഒരു പക്ഷെ ആരുമില്ലാതെ പോയിരിക്കാം. മലപ്പുറത്ത് നവവധുവായ ഷഹാന എന്ന 19കാരി ഷഹാന മുംതാസ്, ആ പെൺകുട്ടി ഇന്നീ ഭൂമിയിലില്ല. കല്യാണം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുന്നു ഭർത്താവ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് അറബി സ്ത്രീകളെയൊക്കെ കാണുന്നു. തൊലി വെളുത്തവർ, മേക്കപ്പ് ഇട്ടവർ, സുന്ദരികൾ. അപ്പോഴാണ് തനിക്ക് കിട്ടിയത് അത്ര മോശം എന്നൊരു തോന്നലുണ്ടായത്. ആരാന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം വായിക്കാനും വളരെ ധൃതിയായിരിക്കും. നമ്മുടെ കയ്യിൽ എത്രയോ പുസ്തകങ്ങൾ ഉണ്ടാകും വായിക്കാത്തത് എന്ന് പറഞ്ഞതുപോലെ കയ്യിലുള്ളതിനൊന്നും മൂല്യമില്ല, ആരാന്റെ ഇത് തേടിപ്പോയി. ചില ആളുകൾ അങ്ങനെയാ, ഭാര്യമാരെ ആകെ മൂടി കറുത്ത ചാക്കിനകത്ത് ഇറക്കി നിർത്തിയിട്ട് കൊണ്ടു നടക്കും. ഇവന്മാരാണെങ്കിലോ ഏത് പെണ്ണിനെ കണ്ടാലും വെള്ളം ഇറക്കുകയും ചെയ്യും. ഇവരുടെ കയ്യിലുള്ളത് അതീവ സുന്ദരമായിരിക്കും, സുന്ദരികളായിരിക്കും. പക്ഷെ എന്നാലും ചില ആളുകളെ കാണുമ്പോൾ അത്ര സൗന്ദര്യമൊന്നും ഉണ്ടാകില്ല, എന്നാലും ഇവർ നോക്കി വെള്ളം ഇറക്കും. അതിവരുടെ രീതിയാണ്. വധുവിന് നിറം പോരാ. ഭർത്താവ് അബ്ദുൽ വാഹിദ് വിളിച്ചു പറഞ്ഞു പെൺകുട്ടിയോട്, നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കാൻ വയ്യാതെയാണ് കൊണ്ടോട്ടി സ്വദേശിനിയായ ഷഹാന മുംതാസ് സ്വയം ജീവനെടുക്കാൻ തയ്യാറായത്. പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഈ സംഭവത്തെക്കുറിച്ച് ഒരുപാട് വസ്തുതകൾ തുറന്നു പറയുന്നുണ്ട്. ഇനിയും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇവന്റെ ഹൂറി പ്രേമം ഇല്ലാതാകണം.
ഇതുപോലെ ഹൂറികളെ പ്രണയിച്ച് നടക്കുന്ന ഒരുപാട് എണ്ണങ്ങളുണ്ട്. അതിനെയൊക്കെ രംഗത്ത് കൊണ്ടുവരികയും വേണം. സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഷഹാനയുടെ കുടുംബം പോലീസിന് പരാതി നൽകി. ഷഹാനയ്ക്ക് നിറം കുറവാണ്. ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിൽ മുങ്ങി തൊലി കളഞ്ഞിട്ട് നിറം വെളുപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, നിറമില്ല. നബി വെച്ച മാനദണ്ഡത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലല്ലോടാ. സ്പോക്കൺ ഇംഗ്ലീഷ് പറഞ്ഞോ. നബിക്ക് ആകെ അറബി മാത്രമല്ലേ അറിയൂ പഠിച്ചോനും. ഇവർക്ക് വേറെ ഏതെങ്കിലും, നമ്മളൊക്കെ എത്രയോ മൾട്ടി ലാംഗ്വേജസ് അറിയുന്ന ആളുകളാണ്. അങ്ങനെ നോക്കിയാൽ അള്ളാഹു നബിയും ഒക്കെ പരാജയം. പോട്ടെ, മാനസികമായിട്ട് ഈ പെൺകുട്ടിയെ തളർത്തി 20 ദിവസത്തിനുള്ളിൽ ഇത് അനുഭവിക്കേണ്ടി വന്നത് ഒരുപാട് യാതനകളാണ്. ഷഹാനയുടെ കുടുംബം ആരോപിക്കുന്നു. ഇപ്പോൾ 20 ദിവസമല്ലേ കൂടെ താമസിച്ചിട്ടുള്ളൂ, എന്തിനാ ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നത്, വേറെ ഭർത്താവിനെ കിട്ടത്തില്ലേ എന്ന് ഈ പെൺകുട്ടിയോട് ഭർത്താവിൻ്റെ മാതാവ് തന്നെ ചോദിക്കുന്നു. അപ്പോൾ അവരുടെയും ആഗ്രഹം ഇത് സെപ്പറേറ്റ് ആകണമെന്നതായിരുന്നു. ഒരു പക്ഷേ മകന് താല്പര്യമില്ല, അതായിരിക്കും നല്ലതെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാകും. ഇവളും ജീവിച്ചിരിക്കും, അവനും വേറെ ഒരു ജീവിതം കിട്ടും, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം. കുറേ ദിവസം ഭർത്താവ് വിളിക്കാതിരിക്കുന്നു. പെൺകുട്ടിക്ക് മാനസിക സംഘർഷം. ഇത് മെൻ്റൽ ടോർച്ചറിങ് ആണ്. ഒന്നെന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് ഒരു 150 തവണയെങ്കിലും മെസ്സേജ് അയച്ചു ഷഹാന. അത് ബന്ധുവിന് കാണിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. ബന്ധു ആരോപിക്കുന്നുണ്ട്. 2024 മെയ് 27-ാം തീയതിയായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം. കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് പോയ ശേഷമാണ് ഭർത്താവ് നിറത്തിൻ്റെ പേരിൽ നിരന്തരം ഈ പെൺകുട്ടിയെ മാനസികമായി ഉപദ്രവിച്ചത് എന്നാണ് കുടുംബം പരാതിയിൽ പറയുന്നത്. നിറം കുറഞ്ഞു പോയി, ആക്ഷേപം. അതിന് പുറമെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ഇവനതൊക്കെ അറിയാമോ? ഇവൻ വെളുത്തവനാണോ? നമുക്കുള്ളതാണല്ലോ നമ്മൾ മറ്റുള്ളവരിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കേണ്ടത്. നമ്മൾ എന്താണോ ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നത് അത് അങ്ങോട്ട് കൊടുത്തുകൂടി ശീലിക്കണം. ഇതിൻ്റെ പേരിൽ വിവാഹബന്ധം വേർപെടുത്തണമെന്നും ഭർത്താവ് ആവശ്യപ്പെട്ടു എന്നാണ് പെൺകുട്ടിയുടെ ബന്ധു പറയുന്നത്. ഇതോടെ പെൺകുട്ടിയുടെ മാനസിക പ്രയാസം ഏറി. വിവാഹമോചിതയായ ശേഷം എന്തു ചെയ്യും എന്ന ആശങ്ക കുടുംബത്തോട് യുവതി പങ്കുവച്ചിരുന്നത്രേ. ആ കുടുംബം ആ പെൺകുട്ടിയെ മാനസികമായി ധൈര്യം കൊടുത്തൊന്ന് പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മോടൊപ്പം ആ പെൺകുട്ടിയും ഉണ്ടാകുമായിരുന്നു. ഭർത്താവിനും മാതാപിതാക്കൾക്കും എതിരായ കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൊണ്ടോട്ടി സ്വദേശിനിയായ ഷഹാന മുംതാസ് എന്ന 19കാരി ജീവനൊടുക്കി. കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയായ ഷഹാനയെ വീടിനുള്ളിലാണ് ആ രൂപത്തിൽ കണ്ടെത്തിയത്. വിദ്യാഭ്യാസമില്ലേ? വിദ്യാഭ്യാസമില്ലാത്തവരുടെ വീട്ടുതൊഴിലെടുത്ത് പലചരക്ക് കടയിൽ നിന്ന്, ഫാൻസികളിൽ നിന്ന്, ഏതെല്ലാം രൂപത്തിൽ വീട്ടിനകത്ത് നിന്ന് തൊഴിലുകൾ ചെയ്ത് യൂട്യൂബർമാരായി അവർക്കറിയുന്ന എമിറ്റേറ്റിങ് ചെയ്ത് സംഗീതം, ഏതെല്ലാം രൂപത്തിൽ അവരവരുടെ ജീവിതം മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. വിജയിച്ച ആളുകളെ നോക്ക്, തോറ്റവരെ നോക്കി പഠിക്കേ, വിജയിച്ചവരെ നോക്കി ഫോളോ ചെയ്. കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിൻ്റെയും ഷമീനയുടെയും മകളാണ് ഷഹാന. ചൊവ്വാഴ്ച രാവിലെ മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് 10 മണിയോടുകൂടി വീട്ടുകാർ വാതിൽ തല്ലിപ്പൊളിച്ചകത്ത് കിടത്തു. അപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഷഹാന കറുത്ത പെൺകുട്ടി, ഇംഗ്ലീഷ് അറിയില്ല. ഇതാണ് മോശമായി ഭർത്താവ് കണ്ടത്. സംസാരത്തിന് നിലവാരമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഭർത്താവും വീട്ടുകാരും നിരന്തരമായി അപമാനിച്ചിരുന്നത്ര. ഈ 20 ദിവസം കൊണ്ട് അനുഭവിക്കുന്ന അപമാനമാണിത്. ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളിലും സ്മാർട്ടായിരുന്നു ഷഹാന. പഠനത്തിൽ പിന്നോക്കം പോവുകയും വിവാദത്തിൽ, പെൺകുട്ടി വിവാഹമല്ലാതെ വിവാദങ്ങളൊക്കെ ആയിട്ടുണ്ടോ? 19 വയസ്സല്ലേ ഉള്ളൂ. ചെറിയ പെൺകുട്ടിയെ പിടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠനം പോലും പൂർത്തിയായിട്ടില്ല, വിവാഹം കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാർക്കിടയിലൊക്കെ വലിയ രൂപത്തിൽ ഇത് ചർച്ചയായിട്ടുണ്ട്. ക്രമേണ ഈ പെൺകുട്ടി വിഷാദ രോഗത്തിലേക്ക് പോയി. കോളേജിൽ നിന്ന് വിളിച്ചന്വേഷിച്ചപ്പോഴാണ് വീട്ടുകാരും കാര്യങ്ങൾ തിരക്കിയത്. അപ്പോഴാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള ആക്ഷേപങ്ങളുടെ കെട്ടുകൾ പുറം ലോകം അറിയുന്നത്. അബ്ദുൽ വാഹിദ് ആക്ഷേപിച്ചിരുന്നതായി വീട്ടിലും പറഞ്ഞതോടെ കുട്ടി കൂടുതൽ വിഷാദവതിയായി. ഏതാനും ദിവസം മുമ്പ് കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കുന്നു. അങ്ങനെ ഒരു ശ്രമം നടത്തി. അതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയിൽ വന്നു. അസ്വാഭാവികമായിട്ടുള്ള മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ഖബറടക്കത്തിന് ശേഷം തുടങ്ങുമെന്നും കൊണ്ടോട്ടി പോലീസ് പറഞ്ഞു. ഗൾഫിലുള്ള പിതാവ് എത്തിയ ശേഷം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് കൊണ്ടോട്ടി പഴയങ്ങാടി ജമാഅത്ത് പള്ളിയിലാണ് ഖബറടക്കം. വിദ്യാർത്ഥികളായ ഹബീബ് റഹ്മാനും അൻഷിദുമാണ് ഷഹാനയുടെ മറ്റ് സഹോദരങ്ങൾ. എന്ത് കിട്ടി? പിന്നെ വേറൊരു കാര്യമുണ്ട്. എവിടെയെങ്കിലും കറുത്ത പെൺകുട്ടികളെ വെച്ചിട്ട് പരസ്യം ചെയ്യാറുണ്ടോ? ഏതെങ്കിലും ഒരു കോസ്മെറ്റിക് ഐറ്റംസ്, അതല്ലെങ്കിൽ ഒരു ഫാഷൻ, അതല്ലെങ്കിൽ ഓർണമെൻറ്റ്സിൻ്റെ പരസ്യം, എല്ലാം ചെയ്യുന്നത് തൊലി വെളുത്തവരെ വെച്ചിട്ടല്ലേ? എന്നിട്ടോ ഒരുപാട് കുറ്റങ്ങളും കുറവുകളുമുള്ള ആളുകൾ, എഴുന്നേറ്റ് 2 കാലിൽ നിൽക്കാൻ പോലും
പറ്റാത്ത ആളുകൾ മറ്റുള്ളവരെ അപമാനിക്കുന്നത് കേൾക്കാറില്ലേ? നമ്മുടെ കണ്ണിൽ കൂല് കിടപ്പുണ്ട്, അപരൻ്റെ കണ്ണിലെ കരടിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ബോഡി ഷേമിങ് എല്ലാവരെയും നടത്തും, കറുത്തത് വെളുത്തത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് അതിന് വലിയ രൂപത്തിൽ ഒരു പങ്കുണ്ട്. കാരണം എന്താ? വെളുത്തവർ കറുത്തവരെ അപമാനിക്കുന്നു, കറുത്തവരെ മാറ്റി നിർത്തുന്നു. സൗന്ദര്യമുള്ള ആളുകൾക്ക് മാത്രം മുൻഗണന. പിന്നെ ഇസ്ലാമിക നിയമപ്രകാരമാണെങ്കിൽ വെളുത്ത് തുടുത്ത സൂര്യൻ ഉദിച്ചതുപോലെ ഇരിക്കുന്ന 16-കാരികളായിട്ടുള്ള മാറിടം തുടുത്ത ഹൂറിപ്പെണ്ണുങ്ങളെ വെച്ച് പരസ്യം ചെയ്യുന്ന ഇസ്ലാമിൽ ഇതൊക്കെ എന്ത്? ഇവൻ പോയി 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് താണ് കീണ് വിളിച്ച് പ്രാർത്ഥിച്ചാൽ തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, നിഷ്കളങ്കമായിട്ടുള്ള തൗബ, പശ്ചാത്താപം സ്വീകരിക്കാത്ത ഇത് പടച്ചോനാണുള്ളത്. ആ പടച്ചോൻ അത് സ്വീകരിച്ചു. പെൺകുട്ടിയെ കഷ്ടപ്പെട്ട് പ്രതീക്ഷയോടുകൂടി പഠിപ്പിച്ച് വളർത്തി അവൾക്ക് ഒരു ജീവിതമുണ്ടായി കാണണം എന്ന് ആഗ്രഹിച്ച മാതാപിതാക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും നഷ്ടം അവന് വേറെ കിട്ടും. ഈ വിവാദങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോവുകയും ചെയ്യും. നന്ദി.